ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്ബിറ്റ് പ്രൊജക്റ്റിന്റെ മറ്റൊരു നോളജ് ഷെയറിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ അറേ എന്താണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അറേ എങ്ങനെയാണ് ഓർഡിനോ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ ഒരു അറേ എങ്ങനെയാണ് ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത് എന്നും മൾട്ടി ഡയമെൻഷണൽ അറേ എന്താണ് എന്നും നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓർഡിനോ പ്രോഗ്രാമിൽ അറേ ഫംഗ്ഷനിലേക്ക് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒരു അറേ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നതിന് വേണ്ടി അറേ നെയിം ബ്രാക്കറ്റ് ഇല്ലാതെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഉദാഹരണത്തിന് ഹവർലി ടെമ്പറേച്ചർ എന്ന അറേ ഫംഗ്ഷനായി ഡിക്ലെയർ ചെയ്യുകയാണ് എങ്കിൽ കോൾ പാസ് ചെയ്യുന്നത് ഹവർലി ടെമ്പറേച്ചർ എന്ന അറേയും അതിന്റെ സൈസും ആയിരിക്കും. ഒരു അറേ ഫംഗ്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു അറേ പാസ് ചെയ്യുമ്പോൾ അതിന്റെ സൈസ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പാസ് ചെയ്ത് കൊടുക്കാത്ത ഒരവസ്ഥയിൽ നമ്മൾ അതിന്റെ സൈസ് ഗ്ലോബൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് പാസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. C++ൽ അറേ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത് ബൈ റെഫറൻസ് എന്നൊരു മെത്തേഡിലാണ്. അങ്ങനെ ബൈ റെഫറൻസ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ മോഡിഫൈ ചെയ്യുന്ന ആ ഒരു ചേഞ്ച് ഓട്ടോമാറ്റിക്കലി അറേയിൽ വരുന്നതാണ്. ഒരു അറേ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുമ്പോൾ അത് പാസ് ബൈ റെഫറൻസ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പാസ് ബൈ റെഫറൻസ് ആയിട്ട് പാസ് ചെയ്യുമ്പോൾ ആ അറേ സ്റ്റോർ ആയിരിക്കുന്ന ഒരു ലൊക്കേഷന്റെ അഡ്രസ് ആയിരിക്കും നമ്മൾ ആ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് വിടുന്നത്. ആ ഒരു ഫംഗ്ഷനിൽ നടക്കുന്ന എല്ലാ ചേഞ്ചസും ഡയറക്റ്റ്ലി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ലൊക്കേഷനിൽ തന്നെയായിരിക്കും ചേഞ്ച് ആവുക. അതുപോലെ ഒരു ഇൻഡിവിജ്വൽ അറേ എലമെന്റ് ആണ് പാസ് ചെയ്യുന്നത് എങ്കിൽ അത് പാസ് ബൈ വാല്യൂ ആയിട്ടായിരിക്കും ഡയറക്റ്റ്ലി പാസ് ചെയ്ത് വിടുന്നത്. അതുപോലെ ഒരു എൻറ്റയർ അറേ ഫുൾ ആയിട്ടാണ് എങ്കിൽ മാത്രമാണ് പാസ് ബൈ റെഫറൻസ് യൂസ് ചെയ്യുന്നത്. ഒരു അറേയിലേക്ക് ഒരു എലമെന്റ് പാസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ കോളിൽ അറേ എലമെന്റിന്റെ സബ്സ്ക്രിപ്റ്റ് നെയിം ആയിരിക്കും പാസ് ചെയ്യുക. അതുപോലെ ഒരു ഫംഗ്ഷൻ കോളിലൂടെ അറേ ഫംഗ്ഷനിലേക്ക് റിസീവ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ പാരാമീറ്റർ ലിസ്റ്റിൽ ഒരു അറേ ആണ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത് എന്ന് സ്പെസിഫൈ ആയിരിക്കണം. ഉദാഹരണത്തിന് മോഡിഫൈ അറേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ഹെഡർ എന്ന് പറയുന്നത് void modify array int b brackets int array size എന്നായിരിക്കും. മോഡിഫൈ അറേ എന്ന് പറയുന്നത് ഫംഗ്ഷൻ നെയിം ആണ്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള നെയിം അസൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ int b എന്ന് പറയുന്നതാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന അറേ. അതുപോലെ int array size എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ് അറേയുടെ സൈസ് സ്പെസിഫൈ ചെയ്ത് ആ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നത്. അറേ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നതിനുള്ള എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. void modify array, void modify element എന്നീ രണ്ട് ഫംഗ്ഷനുകൾ ഡിഫൈൻ ചെയ്യുന്നു. അതിനുശേഷം സെറ്റപ്പിൽ സീരിയൽ ബോർഡ് റേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അറേ സൈസ് എന്ന ഒരു വേരിയബിൾ നെയിമിലേക്ക് 5 അറേ സൈസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം a എന്ന അറേ നെയിമിലേക്ക് 0, 1, 2, 3, 4 എന്നീ ഡേറ്റസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇൻപുട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റസ് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം അറേ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി മോഡിഫൈ അറേ എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അതിന്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് അറേ നെയിം എയും അറേ സൈസും നമ്മൾ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അത് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നു. ഒരു അറേയിലെ ഓരോ എലമെന്റും പാസ് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ട് കാണിച്ചിരിക്കുന്നത് അവിടെ തേർഡ് എലമെന്റ് ആണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തേർഡ് എലമെന്റ് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് AF3 സീരിയൽ മോട്ടറിൽ പ്രിന്റ് ചെയ്യിക്കുന്നു. AF3 എന്ന എലമെന്റ് മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോഡിഫൈ എലമെന്റ് എന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അതിന്റെ ആട്രിബ്യൂട്ട് ആയിട്ട് AF3യെ 3 എന്ന ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നു. അതിനുശേഷം വേർഡ് ലൂപ്പിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. രണ്ട് ഫംഗ്ഷൻസ് ആണ് എഴുതുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ മോഡിഫൈ അറേ. മോഡിഫൈ അറേയിൽ ഫസ്റ്റ് ആർഗ്യുമെന്റ് വരുന്നത് int b ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ്. അത് അവിടുന്ന് പാസ് ചെയ്ത ബൈ റെഫറൻസ് ആയിട്ട് പാസ് ചെയ്ത അറേ റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം int സൈസ് ഓഫ് അറേ അവിടുന്ന് പാസ് ചെയ്ത അറേ സൈസിനെ റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഓരോ എലമെന്റിനെ ബൈ
ഇൻറ്റു 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ബൈ റെഫറൻസ് ആയതുകൊണ്ട് തന്നെ എ എന്ന അറേയുടെ ലൊക്കേഷൻ ആയിരിക്കും നമുക്ക് ചേഞ്ചസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ റെഫറൻസ് ആയിരിക്കും നമുക്ക് സെൻഡ് ചെയ്ത് കിട്ടുന്നത്. നമ്മൾ ഫംഗ്ഷനുള്ളിൽ എന്ത് അപ്ഡേഷനാണ് വരുത്തുന്നത് അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സോഴ്സിൽ തന്നെയായിരിക്കും ചേഞ്ച് ആവുന്നത്. അതിനുശേഷം എലമെൻറ്റിനെ അപ്ഡേറ്റ് ചെയ്യുന്നത് അവിടുന്ന് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നത് ബൈ വാല്യൂ ആയിട്ടായിരിക്കും. അതായത് അവിടുന്ന് സെൻഡ് ചെയ്യുന്ന ഒരു എലമെൻറ്റ് ഇവിടെ റിസീവ് ചെയ്യുന്ന ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ആവുകയും ആ ഒരു എലമെൻറ്റിൽ വരുത്തുന്ന ചേഞ്ച് സെൻഡ് ചെയ്യുന്ന എലമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്ത എലമെൻറ്റ് ഇവിടുന്ന് റിട്ടേൺ ചെയ്താൽ മാത്രമേ നമുക്ക് മെയിൻ ഫംഗ്ഷനിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ആ എലമെൻറ്റ് ഇൻറ്റു 2 എന്ന ഒരു പ്രോഗ്രാമാണ് ചെയ്തിരിക്കുന്നത്. Arduino IDE ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് കോഡ് അതുപോലെ തന്നെ ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം കമ്പൈൽ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. കോഡ് അപ്ലോഡ് ആയിട്ടുണ്ട്. നമുക്ക് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇൻപുട്ടായിട്ട് 0, 1, 2, 3, 4 എന്ന് കൊടുത്ത് ഔട്ട്പുട്ടായിട്ട് മോഡിഫൈ ആയിട്ട് കിട്ടിയിരിക്കുന്നത് 0, 2, 4, 6, 8 എന്നാണ്. അതിനുശേഷം ഒരു എലമെൻറ്റിനെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരുന്നത് തേർഡ് എലമെൻ്റ് ആണ്, 6 ആണ്. അതിനെ മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ 12 കിട്ടി. അത് ഫംഗ്ഷൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ടാണ് 12 എന്ന് പറയുന്നത്. നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുന്നിടത്ത് ആ ഡാറ്റയ്ക്ക് ഒരു ചേഞ്ചസ് ഇല്ല, അത് 6 ആയിട്ട് തന്നെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. മൾട്ടി ഡയമെൻഷണൽ അറേ, 2 അതിലധികമോ ഡയമെൻഷനുകളുള്ള അറേകളാണ് മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. അതായത് ഒരു ടേബിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പോലെ റോയും കോളവും ഉണ്ടായിരിക്കും. താഴെ കാണിച്ചിരിക്കുന്നത് മൾട്ടി ഡയമെൻഷണൽ അറേയുടെ ചില കീ ഫീച്ചേഴ്സ് ആണ്. ഒരു ടേബിളിലേതുപോലെ തന്നെ എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി 2 സബ്സ്ക്രിപ്റ്റുകൾ ആവശ്യമായിട്ടുണ്ട്. ഫസ്റ്റ് സബ്സ്ക്രിപ്റ്റ് റോ എലമെൻറ്റിനെയും സെക്കൻഡ് സബ്സ്ക്രിപ്റ്റ് കോളം എലമെൻറ്റിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഒരു എലമെൻറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ 2 സബ്സ്ക്രിപ്റ്റുകൾ ആവശ്യമായതുകൊണ്ടാണ് 2 ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. ഇതിന് 2D അറേ എന്നും പറയാറുണ്ട്. 2 അതിലധികമോ ഡയമെൻഷനുകൾ നമുക്ക് മൾട്ടി ഡയമെൻഷണൽ അറേയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു മൾട്ടി ഡയമെൻഷണൽ അറേയുടെ പിക്ചറിക് റെപ്രസെൻറ്റേഷൻ ആണ്. ഇത് ഒരു 2 ഡയമെൻഷണൽ അറേ ആണ്. ഇതിൽ 4 കോളങ്ങളും 3 റോയുമാണ് ഉള്ളത്. കോളം 0, 1, 2, 3 അതുപോലെ റോ 0, 1, 2 എന്നിങ്ങനെ. ഓരോ എലമെൻറ്റും ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി കോളം സബ്സ്ക്രിപ്റ്റും റോ സബ്സ്ക്രിപ്റ്റും ആണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു അറേയുടെ പേര് എ എന്നാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എലമെൻറ്റിനെ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി A00 എന്ന് കോൾ ചെയ്യേണ്ടതാണ്. അതുപോലെ ലാസ്റ്റ് എലമെൻറ്റിനെ ആക്സസ് ചെയ്യണമെങ്കിൽ A23 എന്ന് കോൾ ചെയ്താൽ മാത്രമേ ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു മൾട്ടി ഡയമെൻഷണൽ അറേ സിംഗിൾ ഡയമെൻഷണൽ അറേ പോലെ തന്നെ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാൻ സാധിക്കും. അതിനൊരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻറ്റ് b of 2 എന്ന് പറഞ്ഞാൽ 2 കോളം അതുപോലെ തന്നെ 2 റോ ഉള്ള ഒരു മൾട്ടി ഡയമെൻഷണൽ അറേ നമ്മൾ അസൈൻ ചെയ്യുകയാണ്. അതിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത് കേർലി ബ്രാക്കറ്റിലാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്. എത്ര കോളമാണോ ഉള്ളത് അത്രയും കേർലി ബ്രാക്കറ്റുകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. എത്ര റോ ആണോ ഉള്ളത് അത്ര എലമെൻറ്റ്സ് നമ്മൾ ആ ഓരോ കേർലി ബ്രാക്കറ്റിനുള്ളിലും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത് ഒരു 2x2 അറേ ആണ് എങ്കിൽ അവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കാതിരിക്കുന്ന സ്പേസുകളിൽ 0 ഓട്ടോമാറ്റിക്കലി ആഡ് ആകുന്നതാണ്. മൾട്ടി ഡയമെൻഷണൽ അറേയുടെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേർഡ് പ്രിന്റ് അറേ എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. അതിനുശേഷം 2 വേരിയബിളിലേക്ക് റോയും കോളവും വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. റോസിലേക്ക് 2 ആയും കോളംസിലേക്ക് 3 ആയും. അതിനുശേഷം നമ്മളിവിടെ 3 അറേസ് ഡിക്ലെയർ ചെയ്യുന്നു. അറേ 1, അറേ 2, അറേ 3. അറേ 1ലേക്ക് ഫസ്റ്റ് റോയിൽ 1, 2, 3 എന്നും സെക്കൻഡ് റോയിൽ 4, 5, 6 എന്നും അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അറേ 2ലേക്ക് 1, 2, 3 എന്ന് ഫസ്റ്റ് റോ ആയും സെക്കൻഡ് റോയിൽ 4, 5 അടുത്തൊരു വാല്യൂ ഇല്ലാത്തത് കൊണ്ട് 0 ബൈ ഡിഫോൾട്ട് ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അറേ 3ലേക്ക് 1, 2 അടുത്തൊരു വാല്യൂ ഇല്ലാത്തതുകൊണ്ട് 0 ആയി അസൈൻ ചെയ്ത് കൊടുക്കുന്നു. സെക്കൻഡ് റോയിൽ 4 2 എലമെൻറ്റ്സ് അവിടെ മിസ്സിംഗ് ആയതുകൊണ്ട് 2 സീറോസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം വേർഡ് സെറ്റപ്പിൽ ഒന്നുമില്ല, വേർഡ് ലൂപ്പിൽ ഫസ്റ്റ് പ്രിന്റ് അറേ എന്നൊരു
ഫംഗ്ഷൻ കോൾ ചെയ്ത് array 1 പാസ് ചെയ്ത് വിടുന്നു. അതിനുശേഷം സെക്കൻഡ് array 2 ആ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് വിടുന്നു. അതിനുശേഷം array 3 ആ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് വിടുന്നു. പ്രിന്റ് array എന്ന ഫംഗ്ഷൻ ആ array പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി നെസ്റ്റഡ് ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നു. മൾട്ടി ഡയമെൻഷണൽ array പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നെസ്റ്റഡ് ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. നേരത്തെ ചെയ്ത എക്സാമ്പിൾ പോലെ തന്നെ ഐഡിയിലേക്ക് നമുക്ക് കോഡ് പേസ്റ്റ് ചെയ്ത് കമ്പൈൽ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൾട്ടി ഡയമെൻഷണൽ അറേയുടെ രൂപത്തിൽ തന്നെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് 1 2 3 4 5 6 എന്നിങ്ങനെ 2 റോ ഉള്ളൊരു അറേയാണ് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം 1 2 3 എന്ന ഫസ്റ്റ് റോയും സെക്കൻഡ് റോയിൽ 4 5 വരെയാണ് നമ്മൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്നത്. 0 എന്നൊരു അഡീഷന് ബൈ ഡിഫോൾട്ട് ആയിട്ട് 0 നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം 1 2 എന്നാണ് ഫസ്റ്റ് റോ കൊടുത്തിരുന്നത്. 0 കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 1 2 0 എന്നൊരു റോ കിട്ടി. അതിനുശേഷം 4 മാത്രമാണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തിരുന്നത്. 4 0 0 എന്നീ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.